വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ തരികിട കളി കളിക്കുന്നു എന്ന സംശയം ഉണ്ടായതിനെ തുടർന്ന് ഇന്നിപ്പോ തലസ്ഥാനത്ത് ഒരു പ്രതിഷേധം അരങ്ങേറി. അതിന്റെ ദൃശ്യം നിങ്ങൾ കാണണം. തലസ്ഥാനത്തെ ശ്രീകാര്യത്തിന് സമീപമുള്ള ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരാണ് പോങ്ങുമൂടുള്ള വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ചെന്ന് കയറി അവിടുത്തെ AXC ഉൾപ്പെടെയുള്ളവരോട് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തേണ്ടി വന്നത്, പ്രതിഷേധം അറിയിക്കേണ്ടി വന്നത്. ഈ ശ്രീകാര്യത്തിന് സമീപമുള്ള കല്ലമ്പള്ളി എന്നൊരു പ്രദേശമുണ്ട്. ആ കല്ലമ്പള്ളിക്ക് സമീപമുള്ള കാട്ടുവിള എന്ന പ്രദേശത്ത് കഴിഞ്ഞ 10-12 ദിവസമായി കുടിവെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടായതായിട്ട് ഇവർ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ കുടിവെള്ളമില്ലാത്ത കാര്യം ചോദിക്കുമ്പോൾ ഇന്ന് വരും, നാളെ വരും, അവിടെ ലീക്കാണ് എന്ന തരത്തിൽ ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കുടിവെള്ളമാണ്. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും ചില ഉദ്യോഗസ്ഥർ, കാര്യം നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെകഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സംഘടന ഇടത് സംഘടനയിലേക്ക് നിൽക്കുന്നുണ്ടായിരിക്കും. കാര്യം അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷെ ഉള്ളാലെ ചിലരൊക്കെ ഏത് തരം രാഷ്ട്രീയക്കാരാണെന്നൊക്കെ നമ്മൾ പല ഉദാഹരണങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ചിലർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സർക്കാരിനെതിരാക്കുക, നഗരസഭാ കൗൺസിലിനെതിരാക്കാനുള്ള എളുപ്പവഴി എന്താണ്? കുടിവെള്ളം മുട്ടിക്കുക. അങ്ങനെ സ്വാഭാവികമായിട്ടും കുടിവെള്ളം മുട്ടുമ്പോൾ ജനങ്ങൾക്ക് എന്ത് തോന്നും? അയ്യോ, ഇവിടെ ആ കോർപ്പറേഷനും അവിടെ ഇപ്പോഴത്തെ കൗൺസിലർമാരെല്ലാം മോശമാണ്, ഇവിടെ കുടിവെള്ളം ബുദ്ധിമുട്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? BJP-ക്കാർ അങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വരുന്നു, നിങ്ങൾക്കിത് ഞങ്ങൾ മാറ്റിത്തരാമെന്നുള്ള വാഗ്ദാനം കൊടുക്കാം, അതിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാം, അതോടെ അവർക്ക് വിജയിച്ച് കയറാനുള്ള അവസരം ഉണ്ടാക്കുക. ഇതിനു വേണ്ടി ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കും, ഒരു സംശയവും വേണ്ട. ആ നിലയ്ക്കാണ്, അല്ലെങ്കിൽ ആ സംശയം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് കല്ലമ്പള്ളിയിലുള്ള DYFI CPM പ്രവർത്തകർ അറ്റ കൈയായിട്ട് നേരെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് നേരിട്ട് ചെന്നു. അവിടെ ചെന്നൊരു ലൈവ് ഇട്ടു. കാര്യം അറിയണമല്ലോ, നാട്ടുകാരെ കൂടി അറിയിക്കണമല്ലോ. ഇതിൽ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇടപെട്ടതിന് ശേഷം നടപടി ഉണ്ടാകുന്നില്ല എന്ന് അവരെ അറിയിക്കുമ്പോൾ അതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നിടത്ത് ഈ ദൃശ്യം തന്നെയാണ് സാക്ഷി. എങ്ങനെയാണ് ഈ കാട്ടുവിള പ്രദേശത്ത് കുടിവെള്ളമില്ലാത്തതിന്റെ പേരിൽ അവിടുത്തെ AXC ഉൾപ്പെടെയുള്ളവരെ ഏറിക്കയറ്റിയത് എങ്ങനെയെന്നൊന്ന് കണ്ടേ. ഞങ്ങളിന്നുള്ളത് ഈ വാട്ടർ അതോറിറ്റി, ഉള്ളൂർ വാട്ടർ അതോറിറ്റിയിലാണ്. അപ്പോൾ നിലവിൽ നമുക്ക് കല്ലമ്പള്ളി ഭാഗത്ത് വെള്ളം ഇല്ല. അപ്പോൾ ആ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയിൽ വന്നിരിക്കുകയാണ്. അപ്പം ഈ തികച്ചും നിരുത്തരവാദിത്വപരമായ രീതിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. അപ്പോൾ അതിന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കൗൺസിലറുണ്ട്, AI ഉണ്ട്, AXC ഉണ്ട്.
9567 അടിച്ചാൽ 567 196 487 9567 196 847 വിളിച്ചാൽ നിങ്ങളുടെ ഈ കേസ് ഉണ്ടല്ലോ എൻകാഷ് ചെയ്യാൻ മറ്റു ചില കക്ഷികൾ വരുന്നുണ്ട്. എൻകാഷ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയമായിട്ട് അതുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഗതി. ഉദ്യോഗസ്ഥരെ ഒന്നും നമ്പാൻ പറ്റില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തന്നെയാണ് ഇടപെടേണ്ടത്. 10-12 ദിവസമായിട്ട് ഒരു പ്രദേശത്ത് കുടിവെള്ളമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞ് കുറേമാർ അവിടെ കയറി ഇരിക്കുന്നത്? നാട്ടുകാർക്ക് കുടിവെള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് ഉള്ളത്. അത് പരിഹരിക്കാനാണ് അങ്ങനെ ഒരു ഓഫീസ് തുറന്നു വച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് 10-12 ദിവസം, അതായത് ഈ പണം കൊടുത്തിട്ടാണല്ലോ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. അത് പൈപ്പ് പൊട്ടിയോ ലീക്കിന്റെ പേരിൽ 1 ദിവസം 2 ദിവസം മനസ്സിലാക്കാം. 10-12 ദിവസമൊക്കെ കുടിവെള്ളം മുട്ടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്ത് പണിയെന്നല്ലേ ഈ നാട്ടുകാർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന വകുപ്പേ ഉദാസീനതയുടെ പര്യായമാണെന്ന് നാട്ടുകാർക്ക് അറിയാം. കാര്യം ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വകുപ്പാണ്. അതിലെ ഉദ്യോഗസ്ഥർ കൂടി ബഹുക്ഷേമമാകുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയത്തെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ സ്വാഭാവികമായി സംശയമുണ്ടാകും. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 10-12 ദിവസമായിട്ട് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന ആ രീതി എന്ന് പറഞ്ഞാൽ അതൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കാണിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണത്തിനോ അവർക്ക് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനോ ഉള്ള സമയം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകർ നടത്തിയെന്ന് പറയേണ്ടി വരികയാണ്. ജനങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് ഒരു സൈഡിലൂടെ ശ്രമിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ചില താപ്പാനകൾ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അത് വെച്ചുകൊണ്ട് ആ പ്രദേശത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണമുണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കുപോക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് നടത്തേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും അങ്ങനെ ഒരു സംശയം ഉണ്ടായപ്പോൾ, ഇത്രയും ദിവസത്തെ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ജനം എങ്ങനെയായിരിക്കും നട്ടം തിരിയുന്നതെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പരിഹാരമാകാത്തത് കൊണ്ട് നേരെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ചെന്ന് ഇമാതിരിയുള്ള ഇടപെടൽ നടത്തി അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടത്തിയ ആ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥരോട് കാട്ടേണ്ടത്. അലംഭാവം കാണിക്കുന്നവരെയൊക്കെ പറപറപ്പിക്കേണ്ട കാലമാണ്. ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അതിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഇത്തരം സമീപനങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടി വരികയാണ്.